ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന രണ്ട് ടോപ്പിക്കാണ് മെത്തേഡ്സ് ആൻഡ് പ്രോപ്പർട്ടീസ്. അപ്പോൾ നമുക്ക് മെത്തേഡ്സ് എന്താണ്, പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളത് ആദ്യം ഫോളോ അപ്പ് ചെയ്ത് പോവാം. സോ മെത്തേഡ്സ് എന്താ, പ്രോപ്പർട്ടി ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല, എന്നാലും നമുക്ക് പറഞ്ഞുതരാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റേറ്റ് ഉണ്ടാവും. പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ. അത് ഇപ്പം ഞാൻ പറഞ്ഞു പിടുത്തം കിട്ടുന്നുണ്ടാവില്ല. അതായത് ക്ലാസ് ഒബ്ജക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പിടുത്തം കിട്ടും. അതായത് ഇപ്പോൾ സിമ്പിളായ രീതിയിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു നമ്പർ, അപ്പോൾ ആ നമ്പറിൻ്റെ ഒരു പ്രോപ്പർട്ടി വേണം. അപ്പോൾ ഞാൻ കൊടുത്തേക്കുന്ന നമ്പർ എന്ന് വെച്ചാൽ ഒരു -1 ആണെന്ന് വിചാരിക്കുക. സോ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? അതായത് അതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു നമ്പറാണ്. പിന്നെ ഇപ്പം ഞാനിപ്പോൾ 1.0 എന്ന് വിട്ട് കഴിഞ്ഞാൽ അതെന്താണ്? അതൊരു ഫ്ലോട്ടഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ്, ഒരു ഡെസിമൽ വാല്യൂ ആയിരിക്കും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. അതായത് മനസ്സിലാവുന്ന രീതിയിൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന രീതിയാണിത്. സോ ഇതാണ് പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമുക്കുള്ള രണ്ടാമത്തെ ഒരു ചോദ്യമാണ് എന്താണ് മെത്തേഡ് എന്നുള്ളത്. സോ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂസ് ഉണ്ടാവും. അതായത് ബേസിക്കലി പറയുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു ബേസിക് ഫങ്ഷൻ ആയിരിക്കും അത്. ഞാൻ പറഞ്ഞില്ലേ ഫങ്ഷൻ എന്താണെന്നുള്ളത് പഠിച്ചിട്ടില്ല, എന്നാലും നിങ്ങൾ വിചാരിക്കുക അത് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കും. അതായത് എന്താ പറയുക, ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ വാട്ട് ഈസ് മെത്തേഡ് ചോദിക്കുകയാണെങ്കിൽ, മെത്തേഡ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ഫങ്ഷൻ, ഇറ്റ്സ് ബിലോങ്സ് ടു എ ക്ലാസ് ഓർ എൻ ഒബ്ജക്റ്റ്. സോ അങ്ങനെയായിരിക്കും നമ്മൾ എന്ത് പറയുക, മെത്തേഡിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. സോ ഇതാണ്, അതായത് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷ പറയുകയാണെങ്കിൽ, നമ്മുടെ നമ്പർ ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഒരു ഇൻറ്റീജർ ആയിട്ടുള്ള നമ്പറാണ്, അല്ലെങ്കിൽ വേണ്ട ഒരു ഫ്ലോട്ട് ആയിട്ടുള്ള നമ്പറാണ് 1.0. ഇതിനെ എനിക്ക് ഇൻറ്റീജറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതായത് നമ്മുടെ മെത്തേഡിനെ, അതായത് നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോക്സിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ആൻഡ് വേരിയബിൾസിൽ പഠിച്ച പോലെ ബോക്സിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റേനെ നമ്മൾ മാറ്റി അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരുത്തുന്നതിനാണ് മെത്തേഡ്സ് എന്ന് പറയുക. സോ മെത്തേഡ്സിൽ നമുക്ക് ഇഷ്ടംപോലെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഞാനത് കോംപ്ലിക്കേഷൻ ആക്കുന്നില്ല. സോ നമുക്കിതുപോലെ ഓരോ പ്രോപ്പർട്ടീസും ഓരോ മെത്തേഡ്സും പഠിച്ചു പോവാം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വാല്യൂസ് അസൈൻ ചെയ്തിടാം. അപ്പോൾ നമ്മൾ സാധാരണ ഇൻറ്റ് എ ഇസ് ഈക്വൽ ടു 10, ബി ഈക്വൽ ടു സി ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, ആഡ് ചെയ്യാറ്. നമുക്ക് ഇങ്ങനെ അല്ലാണ്ടുള്ളൊരു മെത്തേഡും കൂടി നമുക്കുണ്ട്. ഇങ്ങനെ അല്ലാണ്ടും നമുക്ക് അസൈൻ ചെയ്ത് പോവാം. അതായത് ഇപ്പോൾ ഈ ഇൻറ്റീജർ ഇൻറ്റ് എന്ന് കൊടുത്തേക്കുന്ന സംഭവം കണ്ടോ, ഇത് നമ്മളങ്ങോട്ട് മാറ്റി ഇത് ജസ്റ്റ് ഒരു കോമയാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ അസൈൻ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞേക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ അസൈൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഇൻറ്റ് എ ഇൻറ്റ് ബി കുഴപ്പമില്ല, പക്ഷെ ഡബിൾ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയാവും. ഇപ്പോൾ സോ ഡബിൾ സി നമുക്ക് കൊടുക്കാം. അപ്പോൾ ഒരു എന്താ കൊടുക്കാം, ഒരു 1.0 കൊടുക്കാം. ഇവിടെ നമുക്കൊരു മൈനസ് കൊടുക്കാം, എന്നാലാണ് നമുക്ക് പ്രോപ്പർട്ടീസും ഇതൊക്കെ പഠിക്കാനൊന്നും പറ്റത്തുള്ളൂ. സോ നമ്മൾ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം പഠിക്കുന്ന പ്രോപ്പർട്ടിയാണ്, ഇനി പെട്ടെന്ന് പോകും. സോ ആദ്യം പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, നമുക്ക് പ്രിൻറ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആദ്യത്തെ പ്രോപ്പർട്ടിയാണ് ഈസ് നാൻ. അതായത് എ ഡോട്ട് ഈസ് നാൻ, ഇൻഫൈനൈറ്റ് ടൈം. ഇപ്പോൾ ഇവിടെ ഫാൾസ് കിട്ടി, ഇത് നാനല്ല എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്തിനാണ് ഫാൾസ്, എന്തിനാണ് ട്രൂ എന്നുള്ളത്. അതായത് ഇൻ കേസ് ഓഫ് നമ്മളിപ്പോൾ ഒരു എക്സ് എന്ന് പറഞ്ഞൊരു വാല്യൂ, അതായത് ഒരു വാർ കൊടുക്കാം, അങ്ങനെയാണെങ്കിൽ ഇഷ്യൂ വരില്ല. വാർ എക്സ് ഈസ് ഈക്വൽ ടു 0/0. ഇത് ഞാനൊന്ന് പ്രിൻ്റ് ചെയ്യിക്കാം. എന്താണ് നാൻ എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പ്രിൻ്റ് എക്സ്. സോ നാൻ എന്ന് പറഞ്ഞു വന്നേക്കണം. കണ്ട ഈ നാൻ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 0/0 നമുക്ക് ഉത്തരം കിട്ടത്തില്ല.
അപ്പോൾ നോട്ട് എ നമ്പർ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് നാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ ഇൻ കേസ് ഈ എക്സിനാണ് ഞാൻ ഈ സ്നാൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ട്രൂ അടിക്കും. കണ്ടില്ലേ, ഇപ്പം ഇത് ട്രൂ അടിച്ചു. കാരണം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നാനായി. ഇപ്പം നേരത്തെ നമുക്ക് 10 അതൊരു നാനായിട്ടൊരു സംഖ്യ അല്ല, നോട്ട് എ നമ്പർ അല്ല, അതൊരു നമ്പറാണ്. സോ ഈ എക്സ് എന്ന് പറയുന്നത് നോട്ട് എൻ ആണ്, അതാണ് ട്രൂ അടിച്ചത്. ഇത് നമുക്ക് എന്തിനാണ് ഇതിൻ്റെ യൂസ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ, അതായത് ഇപ്പോൾ ഇതുപോലത്തെ ഒരു കണ്ടീഷൻ വന്നു, 0/0 എന്നുള്ളൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിങ് നിൽക്കാൻ പാടില്ല. സോ പ്രോഗ്രാമിങ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എൻറ്റയർലി ഫ്ലോപ്പായി പോകും. നമ്മൾ ചെയ്ത പ്രോഗ്രാം വഴിയിൽ വെച്ച് പാതി വെച്ച് നിൽക്കും. അപ്പം അങ്ങനത്തെ സിനാരിയോസിനെ നമുക്ക് ഓവർകം ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഒരു പ്രോപ്പർട്ടി, ഈസ്നാൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി. സോ ഇതാണ് ഈസ്നാൻ. ഇനിയുള്ളതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള പ്രോഗ്രാംസാണ്. ഇപ്പോൾ നമുക്ക് വേണ്ട ഇതിൽ തന്നെ അടിയിൽ വേറെ ഇത് ലൈൻ ഇട്ടിട്ട് ചെയ്യാം. അല്ലാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ട്സ് തരാൻ പറ്റില്ല. സോ ഇപ്പം ഞാൻ വാർ എന്ന് പറഞ്ഞൊരു സംഖ്യ, വാർ എക്സ് നമ്മൾ കൊടുത്തു. ഇപ്പോൾ വൈ കൊടുക്കാം. വൈ ഇസ് ഈക്വൽ ടു കാറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. സോ പ്രിന്റ് y ഡോട്ട് റൺ ടൈം ടൈപ്പ്. ഓക്കെ, ഇതാണ് റൺ ടൈം ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നത് സ്ട്രിങ് ആണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. പക്ഷേ ഇൻ കേസ് ഇപ്പോൾ സെർവറിൽ നിന്നാണ് ഒരു ഡാറ്റ വരുന്നത്, സെർവറിൽ നിന്ന് നമുക്ക് ലോട്ട് ഓഫ് ഡാറ്റാസ് വരും. ഒരു ജെയ്സൺ ഫോർമാറ്റിലായിട്ട് വരാം, ഇഷ്ടം പോലെ ഡാറ്റ വരും. അതിൽ ചിലപ്പോൾ സ്ട്രിങ് ഉണ്ടാവാം, ബൂളിയൻ ഉണ്ടാവാം, അതിന് ഇഷ്ടം പോലെ ഡാറ്റ വരും. അതിലൊരു ഡാറ്റ ആയിരിക്കും ഇപ്പോൾ വൈയിൽ സ്റ്റോർ ആവുക. അപ്പോൾ നമ്മൾ വാറ് വെച്ചിട്ട്, ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ വാറ് വെച്ചിട്ട് സ്റ്റോർ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാം. പിന്നെ വൈയിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതേ സെയിം ഡാറ്റ തന്നെ വേണം. അപ്പോൾ നമുക്കറിയാൻ പറ്റില്ല ഇപ്പോൾ ഇൻ കേസ് ഇത് എന്ത് ഡാറ്റ ടൈപ്പ് ആയിരിക്കും വന്ന് കിടക്കുന്നുണ്ടാവുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കിത് കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗമാണ് വൈ ഡോട്ട് റൺ ടൈം ടൈപ്പ് എന്ന് പറയുന്നത്. വൈ ഡോട്ട് അല്ല, റൺ ടൈം ടൈപ്പ്. ഓക്കെ, ഇപ്പോൾ റൺ ടൈം ടൈപ്പ് നമുക്ക് പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ, ഇപ്പോൾ ഇത് നോർമൽ പ്രിൻ്റാണ്, നമുക്ക് ഡീബഗ് പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കത് എന്ത് ഡാറ്റ ടൈപ്പാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാം, കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ ഇനി അടുത്തത് ഞാൻ ജസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അത് എന്താണെന്നുള്ളത്. കാരണം കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അത്. അതായത് ഈസ് നെഗറ്റീവ് എന്ന് പറയും. ഇപ്പോൾ വൈ ഈസ് നെഗറ്റീവ് കിട്ടില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ അത് സ്ട്രിങ് ആണ്, സ്ട്രിങ്ങിന് നമുക്കിത് അപ്ലിക്കബിൾ അല്ല. സോ നമുക്ക് ബി വെച്ചിട്ട് നോക്കി നോക്കാം. സോ ഇവിടെ കണ്ടില്ലേ, ട്രൂ. അതായത് ബി എന്ന് പറഞ്ഞൊരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്തേക്കുന്നത് കണ്ടോ, അതൊരു നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ അത് കാരണമാണ് നമുക്ക് ബി ഈസ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻപുട്ട് കിട്ടിയത്. ഇപ്പോൾ ഇൻ കേസ് ഈ ബിയുടെ സ്ഥാനത്ത് എ ആണെന്ന് വിചാരിക്കുക. സോ എ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫോൾസ് കിട്ടും. ഇത് ഈസ് നെഗറ്റീവ് ആണോ, അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈസ് നെഗറ്റീവ് യൂസ് ചെയ്യുക. നിങ്ങൾക്കറിയാം, മൈനസ് അല്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സംഖ്യകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്കുള്ള അടുത്ത സംഗതിയാണ് സൈൻ. ഇപ്പോൾ സൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലാംഗ്വേജ്, ഇതെന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ട്രൂ ഓർ ഫോൾസ് വന്നു. ഇപ്പോൾ ഈസ് നെഗറ്റീവിൽ ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നേ ഉള്ളൂ. നമുക്ക് ഇൻ കേസ് ഈ ഈസ് നെഗറ്റീവിൽ ഇപ്പോൾ 0 ആക്കി കൊടുക്കാം. ഓക്കെ, ഈ 0 വന്നപ്പോഴും ഇതിൽ ഫോൾസ് തന്നെയാണ് വന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിനാരിയോ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് യൂസ് ചെയ്യുന്നത്. സോ സൈൻ്റെ എന്താ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എ എന്ന് പറയുന്നത് ഇപ്പോൾ 1 ആണ്, അതായത് ഒരു പോസിറ്റീവ് സംഖ്യയാണ്. ഇപ്പോൾ ഇൻ കേസ് ഞാനിതൊരു നെഗറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് -1ലേക്ക് വരും. ഇത് -1ലേക്ക് വന്നു. ഇൻ കേസ് ഇത് 0 ആണെങ്കിൽ ഇതിനെ 0 എന്ന് പറഞ്ഞിട്ട് കാണിക്കും.
സോ നമുക്ക് സീറോയും പോസിറ്റീവ് നെഗറ്റീവും ഡിഫൈൻ ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, സൈൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടീനെ യൂസ് ചെയ്യാം. പിന്നെ വരുന്ന പ്രോപ്പർട്ടി ഉണ്ട്, അതും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതാണ് ഈസ് ഈവൻ. അതായത് ഈ നമ്പർ ഇവൻ ആണോ ഓഡാണോ എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഔട്ട്പുട്ട് ഇപ്പോൾ കണ്ടില്ലേ, ട്രൂ. 10 എന്ന് പറയുന്നത് ഒരു ഇവൻ സംഖ്യയാണ്. ഇപ്പോൾ ഈ 10 എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് നമ്മൾ 0 ആക്കിയിട്ടുണ്ട്. 10 ആണെങ്കിലും സെയിം ആയിരിക്കും. ഈവൻ ആയിട്ടുള്ള സംഖ്യയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇത് 9 കൊടുത്തു വയ്ക്കാം. സോ 9 കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഫാൾസ് വന്നു. ഓക്കെ, അതായത് ഇതൊരു ഓഡായിട്ടുള്ള സംഖ്യയാണ്. സോ ഇതിൻ്റെ നേരെ വിപരീതമാണ് എന്ത്, ഈസ് ഓഡ്. നമുക്ക് ചിന്തിക്കുന്നുണ്ടാവും ഇത് എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. സോ ചില സംഗതികൾ വരും. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഇത് ചെയ്യണം, അതായത് ഇപ്പോൾ ഇടവിട്ട് നമുക്കിപ്പോൾ ലൈൻസ് കൊടുക്കണം. അപ്പോൾ അങ്ങനത്തെ ഒരു സിനാരിയോ വരുമ്പോൾ ഒരു ലിസ്റ്റിലാണ് ഇത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ 1, അതുപോലെ തന്നെ 2, 3, ഇതിൽ 1 നമ്മൾ ലൈൻ ഇട്ടു, 2ൽ നമ്മൾ ലൈൻ ഇട്ടില്ല, 3ൽ നമ്മൾ ലൈൻ ഇട്ടു, അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റിയ സംഗതിയാണിത്. സോ ഇതിനാണ് ഈസ് ഈവൻ, ഈസ് ഓഡ് എന്ന് പറയുന്നത്. ഈസ് ഓഡ് ഞാനിപ്പോൾ പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഈസ് ഓഡ് പ്രിൻറ്റ് ചെയ്യിക്കുന്നില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ നമ്പറിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.